ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ചിക്കു. ഇതിനോട് നാട്ടിലെന്താ പറയുക? സപ്പോട്ട എന്ന് പറയട്ടെ. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം കേട്ടത്. ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ വാങ്ങിക്കുന്ന സാധനമാണ് ഇത്. അല്ലാതെ മറ്റേ ഓറഞ്ച് അങ്ങനെയുള്ളതൊന്നും ഞാനായിട്ട് വാങ്ങലില്ല. ആരെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഒരെണ്ണമൊക്കെ തന്നാൽ കഴിക്കുന്നല്ലാതെ അത് ഞാനായിട്ട് അത് വാങ്ങി കഴിക്കലില്ല. ഈ സംഭവമാണ് വാങ്ങിക്കാറ്. ഇത് സപ്പോട്ട. ഇതെന്താ ചെയ്തതൊക്കെ ഇങ്ങനെ തോലൊക്കെ ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് കഴിക്കട്ടോ. കഷ്ണങ്ങളാക്കി നാളൊരു വീഡിയോ കണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഒന്ന് ജ്യൂസാക്കി കഴിക്കരുത്. പൈനാപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, മുസമ്പിയൊക്കെ ജ്യൂസായിട്ട് കഴിക്കരുത്. അത് കഷ്ണങ്ങളാക്കിയിട്ട് കഴിക്കണം. തണ്ണിമത്തനില്ലേ, അത് വത്തങ്ങ എന്ന് പറയുന്ന ആ സാധനം, തണ്ണിമത്തൻ. ഞങ്ങൾ ആദ്യമൊക്കെ അതിന് പറഞ്ഞത് ചക്കര മത്താന്ന് കേട്ടോ. പിന്നെ ഇപ്പോൾ മോഡലായപ്പോൾ തണ്ണിമത്തൻ എന്നാക്കി. പിന്നെ വേറെയുള്ള ആൾക്കാരൊക്കെ പലയിടത്തും പലതാണ് അതിന് വത്തങ്ങ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇല്ലേ ജ്യൂസാക്കിയിട്ട് കഴിക്കാൻ പാടില്ല, പിന്നെ കഷ്ണങ്ങളാക്കിയിട്ട് കഴിക്കണം. അപ്പോൾ ഇതാണെങ്കിൽ ജ്യൂസാക്കി, ഇത് പാലും ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ടിട്ട്, കട്ടപ്പാലും ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് ജ്യൂസാക്കിയ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാനിത് കഷ്ണാക്കിയിട്ട് തിന്നേണ്ട. തൊലിയൊക്കെ ഇങ്ങനെ കത്തിയോട് ചെത്തി എന്നിട്ട് കഷ്ണാക്കിയിട്ട് കഴിച്ചിട്ട് ഇത് നാശായതാ. ഇത് പഴുക്കണുള്ളൂ. ഇതുണ്ടോ, തൊലി ചെത്തിയിട്ട് ഇങ്ങനെ കഷ്ണാക്കി. പേരക്ക പോലെ, പേരക്ക തൊലി എത്തിയില്ലേ. പേരക്ക നമ്മൾ വീട്ടിലുണ്ടാവണ പേരക്കല്ലേ, നമ്മൾ വീട്ടിൽ പേരക്ക ഉണ്ടാവുമ്പോൾ, അപ്പോൾ നമ്മുടെ വീട്ടിലായാലും ആരെങ്കിലും വീട്ടിൽ നമ്മൾ മരത്തുമ്പോൾ ഇങ്ങനെ ഫ്രഷായിട്ട് പൊട്ടിച്ചിട്ടാണ് തിന്നുമ്പോൾ തൊലി ചെത്തണ്ട. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ പേരക്ക ഉണ്ടല്ലോ, തൊലി ചെത്തിയില്ലെങ്കിൽ കഴിക്കും, ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അത് തൊലി എത്തിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കും, അത് കഴിക്കൂല. തൊലി നല്ല ഫ്രഷിലായതുകൊണ്ട് നമ്മൾ പൊട്ടിച്ചിടണം, അങ്ങോട്ട് കഴിക്കില്ല. അപ്പം അത് അതിൻ്റെ തൊലി ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ ചെത്തിന് ഇത് മറ്റേ ഇതാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ചിക്കു, സപ്പോട്ട, ആ സംഭവമാണ് കേട്ടോ. കുരുണ്ട്, ഇതിന് കുരു കുറവാണ്. ഇത് വീട്ടിലുണ്ടായതാണ്. ഞാൻ കാൽനട യാത്രക്ക് പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ നിന്നും തന്നത് എനിക്കിത്. അവർ കുറച്ചവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമില്ലാണ്ട് തിന്നാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പച്ച ഇരുന്നിട്ട് അതൊക്കെ തന്നപ്പോൾ അപ്പോൾ ഞാൻ അവരോട് നിന്ന് എടുത്തിട്ട് പോകുന്നതാണ്. ഇത് ഞാൻ വാങ്ങിച്ചതല്ല. ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളെ ഈ സംഭവം വാങ്ങുള്ളൂ എന്ന്, ഫ്രൂട്ട്സ് ഐറ്റംസിൽ ഈ സാധനം മാത്രമേ വാങ്ങുള്ളൂ എന്നിട്ട് പറഞ്ഞത്. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിയതല്ല. ഇതെനിക്ക് കാൽനട യാത്ര പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. പച്ച കിട്ടിയതാണ്. അപ്പം ഞാൻ പഴുപ്പിച്ചിപ്പോൾ ഇത് പഴുത്തുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിങ്ങനെ മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി കഴിക്കാം. പിന്നെ ഇതാ ക്യാരറ്റ് മുറിക്കുക, ഉപ്പിലിട്ട് കൊടുക്കുക. ഉപ്പിലിട്ട് പാക്കിങ് ഉണ്ട്, ആ പണിയുണ്ട്. അപ്പം അതിന് ക്യാരറ്റ് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഭയങ്കര റേറ്റാണ്, 70 രൂപ കിലോ വരാം. അപ്പോൾ ക്യാരറ്റിന് വേണ്ടേ, അപ്പം അത് വെച്ചിട്ട് വാങ്ങി. 1 കിലോനെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി ഇത് ഇതിൻ്റെ തൊലി ചെത്തിയിട്ട് നീളനെ മുറിച്ച് ഉപ്പിലിട്ട് വെച്ചാലും നാളെ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഭക്ഷണം
എന്ന് ചോദിക്കാൻ കേട്ടോ. 12 മണിയായി, 12 മണി കഴിഞ്ഞു. ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോ ഇട്ടിട്ടില്ല, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഓക്കെ.